നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒളിമ്പ്യാഡിന്റെ 8ാം റൗണ്ട് അവസാനിക്കുമ്പോഴും ഇന്ത്യ 1ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഇനി 3 റൗണ്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റു റൗണ്ടുകൾ പോലെ തന്നെ 8ാം റൗണ്ടിലും ഒരുപാട് മികച്ച ഗെയിമുകളുണ്ടായിരുന്നു. നമ്മളിന്ന് ഏതെങ്കിലും ഒരു ഗെയിമല്ല, 8ാം റൗണ്ടിൽ നടന്ന വളരെ മികച്ച മൂവുകളാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മുടെ എർഗൈസി അർജുൻ്റെ ഗെയിം നോക്കാം. ഇന്ത്യയും ഇറാനും തമ്മിലായിരുന്നു മത്സരം. ഇറാന്റെ ധനേശ്വർ ഭാരതിയാണ് വൈറ്റ് സൈഡ് കളിക്കുന്നത്. ഈ പൊസിഷനിൽ ഭാരതിയ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ്. റൂക്കിനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അർജുൻ ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. ആദ്യം റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്കിലാണ്. ഇവിടെ അർജുൻ്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവാണ് വരുന്നത്. ഈ വീടിന്ന് പോസ്റ്റ് ചെയ്ത ശേഷം അർജുൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അർജുൻ ഇപ്പോഴും ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം റൂക്ക് വെച്ച് ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനോട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ ക്വീൻ വെച്ച് റൂക്കിനോട്ട് എടുക്കാം. അതുകൊണ്ട് വൈറ്റ് ആ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് ക്വീനിട്ട് എടുക്കുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് റൂക്കിനോട്ട് എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ D6ലേക്ക് മൂവ് ചെയ്ത ശേഷം തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇനി അടുത്ത മൂവിൽ തന്നെ ബ്ലാക്കിന് ഈ പോണിനെ ക്വീനാക്കി മാറ്റാൻ കഴിയും. അതിനുശേഷം വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മെൻറ്റിന് സാധ്യതയുണ്ട്. വൈറ്റ് ഇനി എങ്ങനെയൊക്കെ ട്രൈ ചെയ്താലും ആ ചെക്ക്മെൻറ്റിൽ നിന്നും ഒഴിവാൻ കഴിയില്ല. അത് മനസ്സിലായിക്കൊണ്ടാണ് വൈറ്റ് തോൽവി സമ്മതിച്ചത്. നമുക്കിനി അടുത്തൊരു ഗെയിം നോക്കാം. അടുത്തത് നമ്മുടെ മാഗ്നസ് കാൾസൻ്റെ ഗെയിമാണ്. ഈ ഗെയിമിൽ ലിയം ലീ വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. കാൾസൺ ഇപ്പോൾ ഒരു ക്വീൻ മാത്രമേ ഉള്ളൂ. വൈറ്റിന് റൂക്കും നൈറ്റും ബിഷപ്പും ഉണ്ട്. ഇനി ബ്ലാക്കിൻ്റെ മൂവാണ്. കാൾസൺ ക്വീനെ B2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നു. കാൾസൺ ക്വീനെ B5ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ D3ലേക്ക് കൊണ്ടുവന്ന് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചെക്ക് ബ്ലോക്ക് ആയിട്ടുണ്ട്. ക്വീനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. കാൾസൺ ക്വീനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E6 സ്ക്വയർ കൂടെ കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള ഒരു സ്ക്വയർ കൂടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി വൈറ്റിന് ഈ C5 സ്ക്വയർ കൂടെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ഒരു മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. കാൾസൺ ഇപ്പോൾ ക്വീൻ മാത്രമായി പോയതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തായാലും കാൾസൺ ഒരു പോൺ പ്രൊമോഷന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് A3 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് ഏകദേശം വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. വൈറ്റ് നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് C5 സ്ക്വയർ കൂടെ കൺട്രോൾ ചെയ്യുന്നു. ആ നൈറ്റിന് ഇപ്പോൾ ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട്. ഇതോടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാനുണ്ടായിരുന്ന എല്ലാ സ്ക്വയറും ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. എന്നാൽ ഈ പൊസിഷനിൽ കാൾസൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻറ്റ് മൂവ് വരെയാണ്. ഈ വീടൊന്ന് പോസ് ചെയ്ത ശേഷം കാൾസൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ആ പോണിനെ മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ട് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ കാൾസൺ അത് ചെയ്യുന്നില്ല. കാൾസൺ ഇവിടെ ആകെയുള്ള ആ ക്വീനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ക്വീൻ വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ഫോർക്കിൻ ചെക്കാണ്. വൈറ്റ് ബിഷപ്പ് വെച്ച് ക്വീനോട്ട് എടുക്കുന്നു. ബ്ലാക്ക് A2 മൂവ് ചെയ്യുന്നു. വൈറ്റിന് ഇനി ആ പോൺ പ്രൊമോഷൻ തടയാൻ കഴിയില്ല. വൈറ്റ് ഇവിടെ റൂക്ക് വെച്ച് B7ലെ പോൺ എടുക്കുന്നു. ബ്ലാക്ക് പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി മാറ്റുന്നു. ഇപ്പോൾ ചെക്കാണ്. വൈറ്റ് കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീനെ G1ലേക്ക് കൊണ്ടുവന്ന് G2ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുത്തോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇനി വൈറ്റിന് ഈ പോണുകൾ ഓരോന്നായിട്ട് നഷ്ടപ്പെടും. ഇപ്പോൾ എന്തായാലും ഈ G2ലെ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് കിങ്ങിനെ F3ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് G4 മൂവ് കൊണ്ട് ചെക്ക് കൊടുക്കാം. വെച്ച് പോണിട്ടാണെങ്കിൽ ക്വീൻ D1ലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഫോർക്കിൻ ചെക്ക് വരും. അതോടെ വൈറ്റിന് ആ ബിഷപ്പ് കൂടെ നഷ്ടമാകും. അതുകൊണ്ട് ഇപ്പോൾ കിങ് വെച്ച് ആ പോണിനെ എടുക്കാൻ പറ്റില്ല. കിങ്ങിനെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. ഈ സമയത്ത് ഈ G2ലെ പോൺ കൂടെ നഷ്ടപ്പെടും. ഇനി കാൾസനെതിരെ പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ക്വീൻ G1ലേക്ക് വന്നപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്. ഇനി അടുത്തൊരു ഗെയിം നോക്കാം. അടുത്തത് ഡെൻമാർക്കും സ്പെയിനും തമ്മിൽ നടന്ന മത്സരമാണ്. ഈ പൊസിഷനിൽ ബ്ലാക്ക് റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനെ കിട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് ക്വീനെ E6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ C3ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ ബ്ലാക്ക് വേഗം റൂക്കിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ A3ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. ആ പിൻ ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റ് വേഗം ആ റൂക്കിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ C2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു.
എന്നാൽ ബ്ലാക്കിൻ്റെ അടുത്ത മൂവോടെ വൈറ്റ് തോൽവി സമ്മതിക്കായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. റൂക്ക് വെച്ച് ബിഷപ്പിനെ ഇട്ടെടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെയും നൈറ്റിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീന് സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ഈ നൈറ്റ് ഇവിടെ നഷ്ടപ്പെടും. ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് D1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ E4ലേക്ക് വന്ന് ആ നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് വരും. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്ക് മാത്രമല്ല, ഇന്നിവിടെ ഒരു ഡിസ്കവേർഡ് ചെക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിനിപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. നൈറ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ അടുത്ത മൂവിൽ നൈറ്റ് വെച്ച് H4 പോയിന്റ് എടുത്തുകൊണ്ട് ഡബിൾ ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് എവിടേക്കെങ്കിലും മാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. G1ലേക്ക് മാറിയാലും അതേ ചെക്ക് മേറ്റ് തന്നെ വരും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ F1ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. അങ്ങനെ മാറുകയാണെങ്കിൽ ക്വീന് വെച്ച് റൂക്കിന് ഇട്ടെടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെയും ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് E2ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ F3ലേക്ക് വന്ന് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഈ ക്വീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിങ്ങിന് മൂവ് ചെയ്യാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. D2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ D3ലേക്ക് ഒന്ന് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ ഇപ്പോൾ E1ലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും നൈറ്റ് വെച്ച് ചെക്ക് വരും. ഇപ്പോൾ കിങ് D2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ F1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരും. ഇനി എങ്ങോട്ടേനെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക് മേറ്റ് ആണ്. ഇപ്പോൾ G1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ G2ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ കിങ് E1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീന് വെച്ച് ക്വീനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇനി ആ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റ് ക്വീന് വെച്ച് ആ റൂക്കിന് ഇടയ്ക്കാണെങ്കിലും ക്വീനെ E4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഡിസ്കവേർഡ് ചെക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ മാറ്റണമെങ്കിൽ F1ലേക്ക് മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നൈറ്റ് വെച്ച് D4 പോയിന്റ് എടുത്തുകൊണ്ട് നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കും, അതിനോടൊപ്പം റൂക്കിനെതിരെ ക്വീന് വെച്ച് അറ്റാക്കും വരും. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ ആദ്യം ക്വീന് വെച്ച് റൂക്കിനെ എടുക്കും. ഇപ്പോഴും ചെക്കാണ്. കിങ്ങിന് E2ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ E4ലേക്ക് ഒന്ന് വീണ്ടും ചെക്ക് വരും. ഇപ്പോൾ ചെക്കുമാണ്, നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. വൈറ്റ് ഇപ്പോൾ ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും ഈ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉള്ളതുകൊണ്ട് ആ നൈറ്റ് ഇവിടെ നഷ്ടപ്പെടും. അപ്പോഴും എൻ്റെ ഗെയിമിൽ എക്സ്ട്രാ പീസ് ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് ഗെയിം വിജയിക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ കിങ്ങിനെ അഡ്വാൻസ് ആയിട്ട് ഇവിടെ നിന്ന് മാറ്റുന്നതിന് പകരം റൂക്കിനെ C1ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നൈറ്റ് വെച്ച് D4 പോയിന്റ് എടുത്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് ഈ 3 സ്ക്വയറിലേക്ക് എവിടേക്കെങ്കിലും മാറാൻ കഴിയുള്ളൂ. F1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ H1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. ഈ സ്ക്വയറിലേക്ക് നൈറ്റിന് കൺട്രോൾ ഉണ്ട്. അല്ലാതെ കിങ് G1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരുമ്പോൾ ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്താലും നൈറ്റിനെ F3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്കും ക്വീനെതിരെ ഡിസ്കാർഡ് അറ്റാക്കും വരുന്നതോടെ വൈറ്റിനെ ക്വീൻ നഷ്ടപ്പെടും. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും ബ്ലാക്കിന് വിജയിക്കാൻ കഴിയും എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ ബ്ലാക്ക് റൂക്ക് വെച്ച് ബിഷപ്പിനോട് എടുത്തപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്. 8ാം റൗണ്ടിലെ പ്രധാനപ്പെട്ട എല്ലാ ഗെയിമുകളും കാണിക്കാമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ 3 ഗെയിമുകൾ കാണിച്ചപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് ഇത്രയും വന്നു. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇങ്ങനെ ഒരു റൗണ്ടിലെ മുഴുവൻ ഗെയിമുകളും ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഇതുപോലെ പാർട്ടായിട്ട് പ്രധാന ഗെയിമുകൾ ചെയ്യണോ, അതുമല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ റൗണ്ടുകളിൽ ചെയ്ത പോലെ ഒരു വീഡിയോയിൽ ഒരു ഗെയിം മാത്രം ചെയ്താൽ മതിയോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. കൂടുതൽ അഭിപ്രായം എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.